തമസതോ സദ്ഗമയ തമസോ അമൃതം ഗമയ ഓ ശാന്തി. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകുവാൻ. സീറോ മലബാർ സഭയുടെ പ്രേഷിത വർഷത്തിൽ മിഷണറിമാരുമൊത്തുള്ള പ്രേഷിത യാത്രയിലെ 25ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പാലാ രൂപതയിലെ നെല്ലിപ്പാറ ഇടവകയിൽ തൊമ്മി എന്ന് വിളിക്കുന്ന തോമസ് 1982 ഡിസംബർ 18 മിഷണറി വൈദികനായി മധ്യപ്രദേശിലെ ഉജ്ജയിൻ മിഷൻ രൂപതയിലേക്ക് അയക്കപ്പെട്ടു. യേശുവിൻ വചനത്താൽ ധന്യമാം നാടായ ദൈവത്തിൻ സ്വന്തം നാടിൻ്റെ മക്കൾ. യേശുവിൻ വചനത്താൽ ധന്യമാം നാടായ ദൈവത്തിൻ സ്വന്തം നാടിൻ്റെ മക്കൾ. യേശുവിൻ പ്രിയരാം ശിഷ്യർ നമ്മൾ, പകരാം ഗുരുവിൻ സന്ദേശം. തോമാശ്ലീഹ തൻ മക്കൾ നാം, ധീരശിഷ്യന്റെ ധീരമക്കൾ. വിശ്വാസദീപം പകരാനായി ക്രിസ്തുവിൻ സാക്ഷികളാകുവാൻ. പോകുവിൻ, ഘോഷിക്കുവിൻ യേശുവിൻ സന്ദേശം. പോകുവിൻ, ഘോഷിക്കുവിൻ സ്നേഹത്തിൻ സന്ദേശം. മിഷണറിമാരുമൊത്തുള്ള പ്രേഷിത യാത്രയിലേക്ക് നമുക്ക് തോമസ് അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛ നമസ്കാരം. തോമസ് അച്ഛന്റെ പ്രേഷിത വേല ആരംഭിച്ചതെങ്ങനെയെന്ന് പ്രേക്ഷകരോട് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും വിവരിക്കാം. രൂപതയിലെ ഖടി എന്ന മിഷൻ ഗ്രാമത്തിലേക്കാണ് എന്നെ അയച്ചത്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഗ്രാമത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. യാത്രാ സൗകര്യങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഡിസ്പെൻസറിയോ ഒന്നുമില്ലായിരുന്നു. കാൽനടയായി മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. തീണ്ടലും തൊടിയിലും ജാതി വ്യവസ്ഥകളും വളരെ ശക്തമായിരുന്നു. ദരിദ്രരും ഭൂരഹിതരുമായ താഴ്ന്ന ജാതിക്കാർ, കൃഷിയോഗ്യമല്ലാത്ത ഭൂമി, ജന്മിമാരുടെ അടിയാളന്മാരായി അവർ ജോലി ചെയ്യുന്നു. നല്ല ഭൂമിയെല്ലാം സമ്പന്നരുടെ അധീനതയിൽ. ഈശോ ഏൽപ്പിച്ച പ്രേഷിത ദൗത്യം എങ്ങനെ അച്ഛൻ ദരിദ്രജനങ്ങൾക്കിടയിൽ നിർവഹിച്ചു? പറയാം. ദരിദ്രജനങ്ങളുമായി പരിചയപ്പെടുവാനും അവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യവുമായി അലിഞ്ഞു ചേരുവാനും ഞാൻ പരമാവധി പരിശ്രമിച്ചു. ഗ്രാമവാസികൾക്ക് എന്നെ ഇഷ്ടമായതോടെ അവിടുത്തെ കുട്ടികൾ എൻ്റെ കൂട്ടുകാരായി. അന്നത്തെ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അയ്യോ മോളെ, ഇതെന്ത് പറ്റി? ദേഹമെല്ലാം വല്ലാതെ പൊള്ളിയിരിക്കുന്നല്ലോ. എന്ത് പറ്റാനാ? പറ്റിയത് ഞങ്ങൾക്കാ. പറഞ്ഞ സ്ത്രീധനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ദ്രോഹിച്ചു. ദേഹമെല്ലാം പൊള്ളിച്ചു. ഞാൻ ഓടിപ്പോന്നതാ. അവരെന്നെ കൊല്ലും. ദുഷ്ട, ഇതിനാണോ ഞാൻ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നത്? വാക്ക് പറഞ്ഞാൽ പാലിക്കണം. പറഞ്ഞ പണം എനിക്ക് കിട്ടണം. സ്ത്രീധനം കരുതിയ പ്രായമാകാത്ത ഇവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ. ഞാൻ ഇവളെ കൊല്ലും. അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ! അയ്യോ, എന്നെ തല്ലല്ലേ! ബാലവിവാഹവും സ്ത്രീ പീഡനവും ആ ഗ്രാമത്തിന് ഒരു ശാപമായിരുന്നു. ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. ധൂർത്തടിച്ചുള്ള കല്യാണ ആഘോഷങ്ങൾ കുറയ്ക്കുവാൻ
പ്രേരിപ്പിച്ചു. മദ്യപാനവും വ്യാജമാറ്റ് വിൽപ്പനയും ഏറെ നാളുകളായി ഈ ഗ്രാമത്തെ ഗ്രസിച്ചിരുന്ന ഒരു മാരക വിപത്തായിരുന്നു. പുറത്തുനിന്നുള്ള മദ്യരാജാക്കന്മാർ ഗ്രാമവാസികളെ ചൂഷണം ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഏറെ പീഡിപ്പിക്കപ്പെട്ടു. അധ്വാനിച്ച് കിട്ടുന്ന പണമെല്ലാം മദ്യപാനവും മയക്കുമരുന്നുമായി കുടുംബങ്ങളെ പട്ടിണിയിലാക്കി. അന്നൊരു ഹോളിയുടെ ദിവസം ഗ്രാമത്തിലുണ്ടായ വിഷമത്യ ദുരന്തത്തിൽ 6 പേരാണ് മരിച്ചു വീണത്. ഇതിനെതിരെ സ്ത്രീകളും കുട്ടികളും ശക്തമായി രംഗത്തിറങ്ങി. മദ്യഷാപ്പ് അടിച്ചു തകർത്തു. വാറ്റ് കേന്ദ്രങ്ങൾ തല്ലി തകർത്തു. അന്നു മുതൽ മദ്യപാനം കുറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ മദ്യമാഫിയയ്ക്ക് ഞാൻ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. പിന്നീട് പ്രാർത്ഥനയും ഭക്തിഗാനങ്ങളും അവരെ പഠിപ്പിച്ചു. ഭക്തിസാന്ദ്രമായ ഗാനങ്ങളായി ഗ്രാമാന്തരീക്ഷത്തിൽ അത് നിറഞ്ഞു നിന്നു. ധാരാളം ആളുകൾ അതിൽ പങ്കെടുത്തു തുടങ്ങി. जगत में ईश्वर एक निधान, जगत में ईश्वर एक निधान, पिता पुत्र अरु पावन आत्मा, पिता पुत्र अरु पावन आत्मा, तीनों एक भगवान, जगत में ईश्वर एक निधान, जगत में ईश्वर एक निधान, पिता पुत्र अरु पावन आत्मा, पिता पुत्र अरु पावन आत्मा, तीनों एक भगवान, जगत में ईश्वर एक निधान, जगत में ईश्वर एक निधान. എൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും ത്യാഗപ്രവൃത്തികളും എളിയ ജീവിത രീതികളും ഗ്രാമവാസികൾ എന്നെ ഒരു ദൈവമനുഷ്യനായി കരുതുവാൻ ഇടയാക്കി. നാഥനോടൊപ്പം പോയിടാൻ തിരുമരണത്തെ പുൽകിടുവാൻ, നാഥനോടൊപ്പം പോയിടാൻ തിരുമരണത്തെ പുൽകിടുവാൻ, തിരുമുറിവുകളിൽ നിന്നും വിശ്വാസശക്തി വരിച്ചവനെ, യേശുവിൻ സാക്ഷിയായി ലോകത്തിൽ വാണിടാൻ ഞങ്ങൾക്കു ശക്തി പകർന്നിടണേ. ഭാരതഭൂവിതിൽ സുവിശേഷ ദീപ്തിതൻ പ്രഭയായി നിറഞ്ഞവനേ, പ്രേഷിത ശ്രേഷ്ഠനാം മാർത്തോമാ ശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തിരുവചനത്തിൻ സാക്ഷിയായി ജീവൻ ബലിയായി നൽകി നീ മാർത്തോമാ ശ്ലീഹായെ പ്രാർത്ഥിക്കണേ, എന്നും മാർത്തോമാ ശ്ലീഹായെ പ്രാർത്ഥിക്കണേ. അങ്ങനെ ഒരു ദിവസം ജയ് യേശു ഫാദർജി. ജയ് യേശു. ഇതെന്റെ ഭർത്താവാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായി മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുകയായിരുന്നു. ദീനം വന്നപ്പോൾ ഇറക്കി വിട്ടു. ഞാനും കുട്ടികളും പട്ടിണിയാണ്. മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല. കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങി. ഫാദർജി കുറച്ച് പണം തന്ന് സഹായിക്കണേ. മോളെ, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണമോ പണമോ ഒന്നുമില്ല. എന്നാൽ യേശു തമ്പുരാനോട് ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ തീർച്ചയായും സുഖപ്പെടുത്തും. ആട്ടെ, നീ എന്തു ചെയ്യുന്നു? അധ്വാനിച്ച് കിട്ടുന്ന അല്പം പണം കൊണ്ട് കുടുംബം പുലർത്താൻ നിവൃത്തിയില്ല. മരുന്നും വാങ്ങാൻ യാതൊരു മാർഗവുമില്ല. ഞങ്ങൾ പട്ടിണിയിലാണ്. എങ്കിൽ ഞാനൊരു പണി പറഞ്ഞു തരാം.
ഫാദർജി, ഞാൻ എന്ത് ചെയ്യണം? സ്വയം പരിശ്രമത്തിലൂടെ അധ്വാനിച്ച് പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഒന്നിച്ചു കൂട്ടൂ. വഴി ഞാൻ പറഞ്ഞു തരാം. അവൾ പോയി ഗ്രാമവാസികളെ സംഘടിപ്പിച്ചു. ഞങ്ങൾ അവർക്ക് സ്വയം സഹായ സമൂഹങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അല്പത്തിൽ നിന്ന് എങ്ങനെ മിച്ചം വയ്ക്കാമെന്ന് പറഞ്ഞുകൊടുത്തു. പണം വന്നു ചേരുവാൻ തുടങ്ങി. അധിക പലിശയ്ക്ക് കടം കൊടുത്തിരുന്നവരുടെ അടുക്കൽ ആളുകൾ പോകാതെയായി. ഗ്രാമീണർക്ക് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ കൊടുത്തു. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ ലോൺ ലഭ്യമാക്കി. അതോടെ ഗ്രാമവാസികളുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങി. സ്ത്രീകൾ കുടുംബത്തിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പട്ടിണിയും ദാരിദ്ര്യവും മാറി ഗ്രാമത്തിൽ പുതിയ ഉണർവ് കൈവന്നു. അവരുടെ ഉത്സവങ്ങളിൽ ഞാൻ സന്തോഷത്തോടെ പങ്കെടുത്തു. അന്നൊരിക്കൽ രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിക്കുവാൻ ഗ്രാമത്തിലൂടെ പോകുകയായിരുന്നു. ഓം ക്രീം ക്രീം ദുഷ്ടായ നമഃ. ഓം ക്രീം ക്രീം പീഡായ നമഃ. ഓം ക്രീം ക്രീം ദുഷ്ടായ നമഃ. ഓം ക്രീം ക്രീം പീഡായ നമഃ. ആരാടി നീ? പറയടി. ഇത് ഞാൻ തന്നെയാ. നീ പേര് പറയില്ല അല്ലേ? നീ ഇവിടം വിട്ട് പോകൂ. അയ്യോ, എന്നെ തല്ലരുതേ. നീ വിട്ടുപോകില്ല അല്ലേ? ഓം ക്രീം ക്രീം ദുഷ്ടായ നമഃ. ഓം ക്രീം ക്രീം പീഡായ നമഃ. ഇല്ല, ഞാൻ വിട്ടുപോകില്ല. ഞാൻ നോക്കട്ടെ നിന്നെ പറഞ്ഞയക്കാമോന്ന്. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, എന്നെ തല്ലല്ലേ. നിർത്തൂ. ഇനി അവളെ അടിക്കരുത്. അത് പറയാൻ നിങ്ങളാരാ? പാവപ്പെട്ട ഈ സ്ത്രീ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങളുടെ ദുർമന്ത്രവാദത്തിന് ഇവളെ ഒരിക്കലും സുഖപ്പെടുത്താനാവില്ല. ഇവളെ ആർക്ക് സുഖപ്പെടുത്താനാകുമെന്ന് ഞാൻ കാണിച്ചു തരാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ജയേശു ഫാദർജി. രക്ഷകനായ ഈശോയെ പരസ്യമായി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. അതോടെ ഗ്രാമവാസികൾക്ക് എന്നോട് ഭയവും ബഹുമാനവുമായി. വീടുകൾ തോറും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ദൈവത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും ഈ ദാസനിലൂടെ അവരിലേക്ക് ഒഴുകിയിറങ്ങി.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയം ആ ഗ്രാമത്തിലെ ഗോപാലും കുടുംബവും മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായ ദിവസമായിരുന്നു. എൻ്റെ മിഷണറി ജീവിതത്തിന് ഫലം കണ്ട ആ ദിവസം, അന്ന് ഞാൻ ഉള്ളുരുകി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പിന്നീട് പലരും ഈശോയെ സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നു. വിശ്വാസികളുടെ സമൂഹം രൂപപ്പെട്ടതോടെ മാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളി ഉണ്ടാക്കി. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുവാൻ അവിടെ വന്നുകൊണ്ടിരുന്നു. ധാരാളം ആളുകൾ എൻ്റെ പിന്നാലെ വന്നു തുടങ്ങിയതോടെ എനിക്കെതിരെ കള്ളപ്രചാരണങ്ങൾ വന്നു തുടങ്ങി. ഫാദർ മതം മാറ്റുന്നു, ഫാദറിനെ പുറത്താക്കണം, അടിയാളന്മാരായി കഴിഞ്ഞിരുന്ന പണിയാളന്മാർ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി, കുട്ടികൾ പഠിക്കുന്നു, പാടത്ത് പണിയെടുക്കുവാൻ ആളെ കിട്ടാതെ വരുന്നു. ഇതെല്ലാം ഫാദറിൻ്റെ പണികളാണ്, ഇത് അവസാനിപ്പിക്കണം. ഫാദറിനെതിരെ ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടുവാൻ അവർ തീരുമാനിച്ചു. മാന്യമഹാജനങ്ങളെ, ഗ്രാമവാസികളെ, അറിയിക്കുന്നതെന്തെന്നാൽ ഇവിടെ ഫാദർ കള്ളപ്രചാരണങ്ങൾ നടത്തി ഗ്രാമവാസികളെ വഴിതെറ്റിക്കുന്നു, ജനങ്ങളെ വശത്താക്കി മതം മാറ്റുന്നു. ഈ ഫാദറിനെ ഈ ഗ്രാമത്തിൽ നിന്നും ഓടിക്കണം. ആയതിനാൽ ഇന്ന് നടക്കുന്ന ഗ്രാമസഭയിൽ എല്ലാവരും പങ്കുചേരണം. ഇയാൾ കള്ളസന്യാസിയാണ്. ചെപ്പിടി വിദ്യകൾ കാണിച്ച് ഗ്രാമക്കാരെ വശത്താക്കുന്നു, പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു. ഈ ഫാദർ വഴി ഗ്രാമത്തിന് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഉണ്ടായത്. റോഡ്, കുടിവെള്ളം, ആശുപത്രി, സ്കൂൾ, ബാങ്ക്, അങ്ങനെ പലതും. ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ജോലിയായി, ഗ്രൂപ്പിൽ പണമായി, വീട്ടിൽ ശാന്തിയായി, മദ്യപാനം നിർത്തലാക്കി, അങ്ങനെ എന്തെല്ലാം. ഇതെല്ലാം ആളുകളെ വശത്താക്കാനുള്ള പണികളാ. എത്ര പേരെ അയാൾ നിർബന്ധിച്ച് മതം മാറ്റിയത്? നമുക്ക് ഗോപാലിനോട് ചോദിക്കാം. എന്നെ ആരും മതം മാറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ്, അതും വ്യക്തമായി ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം. ഗ്രാമവാസികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും ഈ ഗ്രാമത്തിനുണ്ടായ പുരോഗതി കണക്കിലെടുത്തും ഫാദർ ഗ്രാമത്തിൽ തന്നെ തുടരണമെന്നാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. ഗ്രാമസഭ പിരിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഒരു പരിഹാരമായിരുന്നില്ല. തങ്ങളുടെ ഗൂഢാലോചനകൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വഴിയിൽ വെച്ച് ഗോപാലിനെ ആക്രമിച്ചു. ഫാദർ, ഫാദർ, എന്താ, എന്തു പറ്റി? അവർ ഗോപാലിനെ അടിച്ച് അവശനാക്കി, കാലും കൈയും തല്ലി ഓടിച്ചു. ഇനി ഫാദറിനെയും കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഫാദർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടൂ. ഇല്ല, ഞാൻ പോകില്ല. ഈ ഗ്രാമവാസികളെ വിട്ട് ഞാൻ എങ്ങും പോകില്ല. അതിന് എനിക്കാവില്ല. ഇടയനില്ലാത്ത ഈ ആടുകളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഈശോയെ, എനിക്ക് ശക്തി തരണമേ. നിന്റെ നാമത്തെ പ്രതി പീഡകൾ ഏൽക്കാൻ എനിക്ക് യോഗ്യത തരയണമേ. അന്ന് രാത്രി ഞങ്ങൾ ആശുപത്രിയിൽ ഗോപാലിനെ സന്ദർശിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. ആ സമയം അവർ ഞങ്ങളുടെ പള്ളി ആക്രമിച്ചു. രൂപങ്ങൾ തല്ലി തകർത്തു. കുരിശുരൂപം തള്ളി താഴെയിട്ടു. ഞാൻ തിരികെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു. ഫാദർജി, ആ ദുഷ്ടന്മാരെ വെറുതെ വിടരുത്. നമുക്കവരെ പിടിക്കണം. യേശു ഭഗവാനെ താഴെയിട്ട് മന്ദിരം കത്തിച്ചില്ലേ അവർ? വേണ്ട, ശത്രുക്കളെ സ്നേഹിക്കാനാ യേശു ഭഗവാൻ നമ്മെ പഠിപ്പിച്ചത്. നമുക്കവരോട് ക്ഷമിക്കാം. നമ്മുടെ പള്ളി തകർത്താലും ഹൃദയത്തിലെ വിശ്വാസം അവർക്കൊരിക്കലും തകർക്കാനാവില്ല.
ഇനിയും ഇവിടെ പള്ളികൾ ഉയരും, വിശ്വാസം തീ പോലെ പടരും. യേശുവേ, ഞങ്ങൾക്ക് ശക്തി തരയണമേ. ഈ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ഒന്നിച്ചു നിർത്തേണമേ. പ്രിയ സഹോദരങ്ങളെ, തകർന്ന ഈ കുരിശും വഹിച്ച് ഗ്രാമത്തിലൂടെ നമുക്ക് നീങ്ങാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷിതരെ മിഴിനീരോടെ ഞങ്ങൾ ഓർക്കുന്നു, വന്ധ്യപാദങ്ങൾ നമിക്കുന്നു. മെഴുതിരിയായൊരുകി ഒരു ബലിയായേകി, വിളി പൂർത്തിയാക്കിയ പ്രേക്ഷിതരെ മിഴിനീരോടെ ഞങ്ങൾ ഓർക്കുന്നു, വന്ധ്യപാദങ്ങൾ നമിക്കുന്നു. ഇത്ര പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ അച്ഛന് ശക്തി കിട്ടിയത് എവിടെ നിന്നാണ്? ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ അയച്ച ഈശോ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഈ പ്രേക്ഷിത വർഷത്തിൽ ഞങ്ങളോടുള്ള അച്ഛന്റെ സന്ദേശം എന്താണ്? പറയാം. പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരുടെയും കടമയാണ്. തോമാശ്ലീഹയിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം ധീരതയോടെ പങ്കുവയ്ക്കുവാൻ സമർപ്പണബോധമുള്ള ധാരാളം യുവതീ യുവാക്കൾ ഇന്ന് മുമ്പോട്ട് വരണം. ഇരുട്ടിൽ കഴിയുന്ന ആയിരങ്ങൾക്ക് നിങ്ങൾ വഴികാട്ടിയാവണം. നിങ്ങൾക്കെല്ലാവർക്കും എന്നോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളികളാവാം. പ്രാർത്ഥനയിലൂടെ സഹനങ്ങൾ മിഷന്റെ വിജയത്തിനായി സമർപ്പിച്ച് സാമ്പത്തികമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം തുടരാം. അനുസ്യൂതം. ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിന് തോമസ് അച്ഛന് നന്ദി. മുന്നോട്ടുള്ള പ്രേക്ഷിത യാത്രയിൽ അച്ഛന് എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. തോമസ് അച്ഛന്റെ ജീവിതകഥ മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിമാരാകാൻ നിങ്ങളെ സഹായിച്ചുവെന്ന് ഞങ്ങൾ കരുതുന്നു. മിഷണറിമാരുമൊത്തുള്ള പ്രേക്ഷിത യാത്രയിലെ 25ാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനം പകർന്നു നൽകുവിൻ, മിശിഹാതൻ സാക്ഷിയാകുവിൻ. വചനം പകർന്നു നൽകുവിൻ, മിശിഹാതൻ സാക്ഷിയാകുവിൻ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനവിത്തുകൾ പാകി ഞങ്ങൾ ജീവിത സാക്ഷ്യമേകിയെന്നും ഘോഷിച്ചിടും ഭൂമിയിലെങ്ങും തിരുനാമം യേശുനാമം. വചനവിത്തുകൾ പാകി ഞങ്ങൾ ജീവിത സാക്ഷ്യമേകിയെന്നും ഘോഷിച്ചിടും ഭൂമിയിലെങ്ങും തിരുനാമം യേശുനാമം.
വയലുകളേറെ വിളവുകളേറെ വേലക്കാരെ അണിനിരക്കുവിൻ. വയലുകളേറെ വിളവുകളേറെ വേലക്കാരെ അണിനിരക്കുവിൻ. വിളവിനു കാലമായി കൊയ്ത്തിനു നേരമായി ഉണരൂ സഭയുടെ അതിപ്രിയ സുതരേ. വിളവിനു കാലമായി കൊയ്ത്തിനു നേരമായി ഉണരൂ സഭയുടെ അതിപ്രിയ സുതരേ. പോകുവിൻ പ്രഘോഷിക്കുവിൻ പാരിതിൽ പ്രകാശിക്കുവിൻ. പോകുവിൻ പ്രഘോഷിക്കുവിൻ പാരിതിൽ പ്രകാശിക്കുവിൻ.